Hi, hello, my dear students, my dear children. This is the part 3 video of our chapter 6 Price and Market. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്നുള്ള നമ്മുടെ 6th ചാപ്റ്ററിൻ്റെ 3rd വീഡിയോ ആണ് നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രൈസ് ആൻഡ് മാർക്കറ്റിൽ നമ്മൾ എന്താണ് കണ്ടത്? കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്. നമുക്കറിയാം, ഒരു എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് അല്ലേ? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഇവരാണ് നമ്മുടെ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചാണ്. വാട്ട് ഈസ് മാർക്കറ്റ്? ഓക്കെ, മാർക്കറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ് ഡിമാൻഡ്? എന്താണ് സപ്ലൈ? ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ആ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പഠിക്കാം. ഇപ്പം നിങ്ങളെല്ലാവരും ഈ പിക്ചറിലേക്ക് ശ്രദ്ധിച്ചേ. ഇത് ഒരു മാർക്കറ്റ് അല്ലേ? രണ്ട് മാർക്കറ്റുകളാണ് ടീച്ചർ പിക്ചറായിട്ട് വിട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുക? കുറേ പ്രോഡക്റ്റുകൾ കാണുന്നുണ്ട് അല്ലേ? ഗുഡ്സ്. നമ്മളിതിന് പറയുന്ന പേരാണ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഗുഡ്സ് മാത്രമല്ല, ഇവിടെ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പം ഒരു ഡെന്റിസ്റ്റിൻ്റെ സർവീസ് നമുക്ക് കിട്ടും, ഒരു ഇലക്ട്രീഷ്യൻ്റെ സർവീസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ സർവീസ് നമുക്കിവിടെ കിട്ടും. അങ്ങനെയുള്ള ഷോപ്പുകളും അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമുക്ക് ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സർവീസ് ഉണ്ട്, ഗുഡ്സ് ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ എന്താണ് മറ്റ് ചില കാഴ്ചകൾ കൂടിയുണ്ട്. ഇവിടെ ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട് അല്ലേ? സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ട്, കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ബൈ ചെയ്യുന്നവരുണ്ട്. ബയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സും സപ്ലയേഴ്സും എല്ലാം ചേർന്നതാണ് മാർക്കറ്റ്. അവിടെ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാം. വാട്ട് ഈസ് എ മാർക്കറ്റ്? വാട്ട് ഈസ് മാർക്കറ്റിംഗ്? അപ്പോൾ മാർക്കറ്റ്, മാർക്കറ്റിംഗ് നമുക്ക് വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വേർഡ്സാണ്. മാർക്കറ്റ്, മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് മാർക്കറ്റ്? മാർക്കറ്റ്സ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടേക്സ് പ്ലേസ്. മാർക്കറ്റ്സ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച്. ഇവിടെ നമുക്ക് തോന്നും മാർക്കറ്റ്സ് ആർ ദ പ്ലേസ് എന്ന് നമുക്ക് വേണേൽ എഴുതാം. മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ലേഴ്സും കൺസ്യൂമേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മാർക്കറ്റ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ. മാർക്കറ്റ്സ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടേക്സ് പ്ലേസ്. സെല്ലേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു മെക്കാനിസമാണ് മാർക്കറ്റ് എന്നാണ് പറയുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു 2 സെൻറ്റ് സ്ഥലത്ത് അല്ലെ 5 സെൻറ്റ് സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ പ്രോഡക്റ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ലേഴ്സും ബയേഴ്സും സെല്ലേഴ്സും കൺസ്യൂമേഴ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം. ഓൺലൈൻ മാർക്കറ്റിംഗ് ഇപ്പോൾ ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് സാധനം മേടിക്കാം. അവിടെ ഒരു സ്ഥലവുമില്ല. ഒരു നമ്മൾ ഈ പണ്ട് പറയുന്നത് പോലുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ചന്ത എന്ന് നമ്മൾ പറയുന്ന സ്ഥലമൊന്നും വേണമെന്നില്ല. ഓൺലൈനായിട്ട് നമുക്ക് എത്രയോ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാം. അപ്പോൾ കൺസ്യൂമേഴ്സിനെ അവരുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു അവരുടെ സ്ഥലത്ത് അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. അവിടെ ഈ പറയുന്ന പർട്ടിക്കുലർ ഒരു സ്ഥലമൊന്നും വേണമെന്നില്ല. അവിടെ ഒരു ഷോപ്പ് വേണമെന്നില്ല. നമുക്ക് എന്തായിട്ട് വരും? നമുക്ക് പോസ്റ്റായിട്ട്, കൊറിയറായിട്ട് സാധനം നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു പർട്ടിക്കുലർ പ്ലേസ് എന്നൊന്നും നിങ്ങൾ മാർക്കറ്റിനെ വിചാരിക്കരുത്. മാർക്കറ്റ് എന്ന് പറയുന്നത് അതൊരു മെക്കാനിസമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എന്തിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുക. ആര് തമ്മിലാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. സോ മാർക്കറ്റ്സ് ആർ the mechanism through which the exchange of goods and services takes place between sellers and consumers. Okay, that is market. ഇനി markets are trading easy by ensuring proper distribution and utilization of resources. Markets are trading easy. മാർക്കറ്റ് ട്രേഡിങ്ങിനെ വളരെ ഈസി ആക്കുന്നു. മാർക്കറ്റ്സ് മേക്ക് ട്രേഡിംഗ് ഈസി. എങ്ങനെ? ബൈ എൻഷുറിങ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനും റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് മാർക്കറ്റുകൾ എന്ത് ചെയ്യുന്നു? ട്രേഡിങ്ങിന് വളരെ പ്രോത്സാഹനം കൊടുക്കുന്നു, അതിനെ വളരെ ഈസി ആക്കുന്നു. സോ മാർക്കറ്റ്സ് മേക്ക് ട്രേഡിംഗ് ഈസി by ensuring proper distribution and utilization of resources. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്. പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ അവിടെ അത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം മാർക്കറ്റാണ് ഇതിനെല്ലാം കാരണം. പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ, ഇതെല്ലാം സാധിക്കുന്നത് കൊണ്ട് മാർക്കറ്റ് ട്രേഡിങ്ങിനെ ഈസി ആക്കുന്നു. ഇനി അടുത്ത ഒരു വേർഡിലേക്ക് വന്നേ. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഡെലിവേർഡ് ടു ദ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ സെല്ലേഴ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സിൽ നടക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഡെലിവേർഡ്. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു കഴിയുമ്പം ഡെലിവേർഡ് എന്ന് എഴുതി വരും അല്ലേ? നമുക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ ഇന്ന നമ്പറിലുള്ള സാധനം ഡെലിവറി ചെയ്തിരിക്കുന്നു. ഡെലിവേർഡ്. എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? ഡയറക്ട്ലി ഓർ ത്രൂ സെല്ലേഴ്സ്. അപ്പോൾ ടീച്ചർ മാർക്കറ്റ് എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു മെക്കാനിസം ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു പ്ലേസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്ലേസ് വേണമെന്നില്ല. ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊന്നും പ്ലേസ് വേണമെന്നില്ല. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഡെലിവേർഡ് ടു ദ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ സെല്ലേഴ്സ്. അപ്പോൾ ഡയറക്റ്റായിട്ടും സെല്ല് ചെയ്യാം, അതും മാർക്കറ്റിംഗ് ആണ്. സെല്ലേഴ്സിനെ ഉപയോഗിച്ചും സെൽ ചെയ്യാം, അതും മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ രണ്ട് തരത്തിലും ചെയ്യാം. ഓൺലൈൻ മാർക്കറ്റിംഗ് ആകാം, അതിനകത്ത് ഇൻ്റർമീഡിയറി ആയിട്ട് അല്ലെ മീഡിയേറ്റർ ആയിട്ട് സെല്ലേഴ്സ് ഇല്ല. നേരിട്ട് പ്രൊഡ്യൂസറെ കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് ഇങ്ങ് കൊടുക്കുന്നു. അതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഒരു സെല്ലർ വാങ്ങുകയും അല്ലെ ഒരു സെല്ലേഴ്സ് വാങ്ങുകയും ആ സെല്ലറെ കൺസ്യൂമേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്ന സെല്ലർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് അത് മറ്റൊരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയി മാറുക. അപ്പോൾ ഇത് രണ്ടും മാർക്കറ്റിംഗ് തന്നെയാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗും ഉണ്ട്, സെല്ലേഴ്സ് ത്രൂ ഉള്ള മാർക്കറ്റിംഗും ഉണ്ട്. അതായത് അതൊരു പ്രോസസ്സാണ്. അവിടെ എന്താണ് നടക്കുക? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. രണ്ടും വളരെ ക്ലോസ് ആയിട്ട് അർത്ഥമുള്ളതാണ് കേട്ടോ. വാട്ട് ആർ ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ്? ഒരു മാർക്കറ്റിൻ്റെ, നമ്മൾ മാർക്കറ്റിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടു അല്ലെ നിങ്ങൾ നേരിട്ട് മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ആർ ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ്? ഒരു മാർക്കറ്റിൻ്റെ ജനറലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ദർ വിൽ ബി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് മേടിക്കുന്നവരുമുണ്ട്, സെല്ല് ചെയ്യുന്നവരും അവിടെയുണ്ട്. ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ഡിറ്റർമിൻഡ്. അവിടെ എല്ലാ സാധനങ്ങൾക്കും പ്രൈസ് ഉണ്ട്. പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ഡിറ്റർമൈൻഡ്. അത് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഏത് സാധനത്തിൻ്റെ പ്രൈസ് ചോദിച്ചാലും ആ സെൽ ചെയ്യാൻ സെല്ലർ പറയും ഇത്രയാണ് ഇതിൻ്റെ വില. ഓക്കെ, പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ഡിറ്റർമൈൻഡ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഒരു മാർക്കറ്റിലുള്ള ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ദേ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻ എ മാർക്കറ്റ്. ബയേഴ്സ് ഉണ്ടെങ്കിലേ
സാധനങ്ങൾ ചിലവാകത്തുള്ളൂ. സെല്ലേഴ്സ് ഇല്ലെങ്കിൽ ബയേഴ്സ് എവിടുന്ന് സാധനങ്ങൾ വാങ്ങും? അപ്പോൾ ഈ രണ്ട് കൂട്ടരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ദർ ഇസ് നോ ആൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ്. ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത് തന്നെയാണ്. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ്. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലാതെ കൊണ്ടുവരുന്ന സാധനത്തെ അല്ലെ നമ്മുടെ കയ്യിലേക്ക് തരുന്ന സാധനത്തെ നമ്മൾ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് നമ്മൾ സാധനങ്ങൾ തേടി തേടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ള സാധനം കാണുമ്പോഴേ നമ്മൾ വാങ്ങുകയുള്ളൂ. ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ്. നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾ അവിടുന്ന് ആദ്യം കാണുന്ന സാധനം മേടിച്ച് വീട്ടിൽ പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് പല പല ഷോപ്പുകളിലൂടെ നമ്മൾ നടക്കണം. പല പല സ്ഥലങ്ങളിലൂടെ നമ്മൾ നടന്ന് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം തന്നെ വാങ്ങിക്കൊണ്ടേ പോകാവുള്ളൂ. അപ്പം ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ്. ദാറ്റ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ്. ദർ വിൽ ബി മാർക്കറ്റിംഗ് ടെക്നിക്സ്. മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അത് പഠിപ്പിക്കുന്നുണ്ട്. വാട്ട് ആർ ദ മാർക്കറ്റിംഗ് ടെക്നിക്സ്. മാർക്കറ്റിൽ നമ്മളെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കാൻ വേണ്ടി ആ സെല്ലറിനെ പല ടെക്നിക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു സാധനം വാങ്ങാനല്ല മാർക്കറ്റിൽ വന്നതെങ്കിലും ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് അയാൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സാധനവും വാങ്ങിക്കൊണ്ടേ പോകത്തുള്ളൂ. നമ്മളൊരു സാധനത്തിൻ്റെ ഒരു പീസോ 2 പീസോ മേടിക്കാൻ വന്ന് നമ്മളെ ശരിയായ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് ഒരു സെല്ലറെ സമീപിച്ചാൽ നമ്മൾ 1 or 2 പീസ് മേടിക്കുന്ന സ്ഥാനത്ത് 10 or 15 പീസ് മേടിച്ചുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർ ഉപയോഗിക്കാറുണ്ട്. അതാണ് മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാണ് അവിടെ ഇത്രമാത്രം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, ഇത്രമാത്രം എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? There will be buyers and sellers. Price of the goods is determined. Buyers and sellers have equal importance, and there is an opportunity to select goods, and there will be marketing techniques. Next, price determination in market. മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും പ്രൈസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധനത്തിനും പ്രൈസ് ഇല്ലാത്ത ഒരു സാധനവും അവിടെ ഇല്ല. എല്ലാ ഗുഡ്സിനും എല്ലാ സർവീസിനും പ്രൈസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡിറ്റർമിനേഷൻ നടക്കുക? പ്രൈസ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ദ പ്രൈസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ കൺസ്യൂമർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. കൺസ്യൂമേഴ്സിനെയും പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സാധനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, പ്രൈസ് ഡിക്രീസ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്തിൻ്റെതാണ്? ഗോൾഡിൻ്റെയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഈ പ്രൈസ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് കൺസ്യൂമർ, 2 അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയും കൺസ്യൂമറിൻ്റെ നിലപാടുകളും ഒരു സാധനത്തിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് വരുന്നത്. ദ മെയിൻ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഡിമാൻഡ് ആർ ദ the ability to pay for that product and the willingness to buy that product. അപ്പോൾ നമ്മളിതിന് ഈ പ്രൈസ് ഡിറ്റർമിനേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. ആ ഗുഡ്സിൻ്റെ, ആ സാധനത്തിൻ്റെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ദ മെയിൻ ഫാക്ടർ ബിഹൈൻഡ് ഡിമാൻഡ് ആർ ദ എബിലിറ്റി ടു പേ ഫോർ ദാറ്റ് പ്രോഡക്റ്റ് ആൻഡ് ദ വില്ലിങ്നെസ് ടു ബൈ ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള കൺസ്യൂമറിൻ്റെ വില്ലിങ്നെസ്സും അതിന് പേ ചെയ്യാനുള്ള അയാളുടെ എബിലിറ്റിയുമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? ഒരു കൺസ്യൂമർക്ക്, ഒരു ബൈ ചെയ്യുന്ന ആൾക്ക് അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളത് വാങ്ങാൻ വില്ലിങ് ആയിരിക്കണം, അയാൾക്ക് അത് പേ ചെയ്യാനുള്ള എബിലിറ്റിയും വേണം. എങ്കിലേ ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അയാൾക്ക് വില്ലിങ്നെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം എനിക്കൊരു കാറ് വാങ്ങാനായിട്ടുള്ള വില്ലിങ്നെസ് ഉണ്ട്, പക്ഷേ അതിന് പേ ചെയ്യാനായിട്ട് എൻ്റെ കാശില്ലെങ്കിൽ
ഞാൻ അതിൻ്റെ ഡിമാൻഡുള്ള ആളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വില്ലിങ്നെസ് മാത്രം പോരാ, വില്ലിങ്നെസ്സും വേണം, അത് പേ ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ടെങ്കിലേ ആ കാർ എന്ന് പറയുന്ന സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നെപ്പോലെ അനേകം പേര് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടിയെന്ന് നമ്മൾ പറയുന്നത്. സോ ദ മെയിൻ ഫാക്ടർ ബിഹൈൻഡ് ഡിമാൻഡ് ആർ ദ എബിലിറ്റി ടു പേ ഫോർ ദാറ്റ് പ്രോഡക്റ്റ് ആൻഡ് ദ വില്ലിങ്നെസ് ടു ബൈ ദാറ്റ് പ്രോഡക്റ്റ്. The quantity of goods and services made available in the market by the sellers is called supply. So, സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആ സാധനത്തിൻ്റെ സപ്ലൈയും ഇതിൻ്റെ പ്രൈസുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്, പ്രൈസ്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയുമാണ് പ്രൈസിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് സപ്ലൈ? ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബൈ ദ സെല്ലേഴ്സ് ഈസ് കോൾഡ് സപ്ലൈ. ഒരു ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ക്വാണ്ടിറ്റി സെല്ലേഴ്സ് മാർക്കറ്റിൽ എത്രമാത്രം അവൈലബിൾ ആക്കിയിരിക്കുന്നു എന്നതാണ് സപ്ലൈ. ഇപ്പോൾ കാറിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിൽക്കുന്ന ആൾക്കാരെ കാർ ഷോറൂമിൽ എത്ര കാർ കൊണ്ടുപോയിട്ടിരിക്കുന്നു, അത് എത്രമാത്രം അവൈലബിൾ ആണ്, അതാണ് സപ്ലൈ അല്ലേ? കാർ ഷോറൂമുകളിൽ ഓരോ ബ്രാൻഡിൻ്റെയും കാറുകൾ എത്രമാത്രം അവർ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു, അതായത് റെഡി ടു ബൈ, വാങ്ങാൻ തക്ക രീതിയിൽ അവർ കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എന്താ? ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബൈ ദ സെല്ലേഴ്സ് ഈസ് കോൾഡ് സപ്ലൈ. അപ്പോൾ സപ്ലൈയും ഡിമാൻഡുമാണ് എന്തിൻ്റെ കാരണം? പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിപ്പെൻഡിങ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ നമ്മൾ രണ്ട് പുതിയ വാക്കിലേക്ക് വരികയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയുമാണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഡിമാൻഡ്? എക്സ്പ്ലെയിൻ ഡിമാൻഡ് ഷെഡ്യൂൾ യൂസിങ് എ ടേബിൾ. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ കമ്മോഡിറ്റി ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിസയർ ഫോർ എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിക്ക് കമ്മോഡിറ്റിയെ കുറിച്ചുള്ള ഡിസയർ, അതെനിക്ക് വേണമെന്നുള്ള ആഗ്രഹം. അതിന് രണ്ട് ബാക്ക്ഡപ്പ് വേണം. ഇറ്റ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. വില്ലിങ്നെസ്സും വേണം, എബിലിറ്റിയും വേണം. അത് പേ ചെയ്യാനുള്ള എബിലിറ്റിയും വേണം, അത് വാങ്ങാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ അതാണ് ഡിമാൻഡ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ എ പ്രൊഡക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ. ഡിമാൻഡ് ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. ആ ടേബിളിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും, രണ്ട് കോളം ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അനദർ എന്ന് പറയുന്നത് പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്. ഇപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂൾ ടീച്ചർ കാണിച്ചു തരാം. ഡിമാൻഡ് ഷെഡ്യൂൾ ഇറ്റ് ഈസ് എ ടേബിൾ, ഒരു ടേബിളാണ്. ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്. അപ്പോൾ പ്രൈസിൻ്റെ ഒരു കോളവും കാണും, ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഒരു കോളവും കാണും. അങ്ങനെ ഒരു ടേബിൾ തയ്യാറാക്കുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ ഷോയിങ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്. When the price of a product increases, the quantity demanded of that product decreases. ഇത് കറക്റ്റ് അല്ലേ? ഇപ്പോൾ സ്വർണം നമ്മൾ മേടിക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വാങ്ങുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. നമ്മൾ ഒരു പവൻ മേടിക്കണമെന്ന് വിചാരിക്കുന്ന ആൾ അതെന്തായിട്ട് കുറയ്ക്കും? അത് അരപ്പവനാക്കി, അല്ലെങ്കിൽ 3 ഗ്രാമാക്കി, 1 ഗ്രാമാക്കി നമ്മളത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറഞ്ഞു പോകത്തില്ലേ പ്രൈസ് കൂടുമ്പോൾ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ്, വട്ട് ഹാപ്പൻ? ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. ടീച്ചറിൻ്റെ കൈ ശ്രദ്ധിച്ചേ. പ്രൈസ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് നോക്കാൻ പോവുകയാണ്. അവിടെ നമുക്കിത് കാണാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യും. അതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. And if the price of the product decreases, what happen? The quantity demanded increases. അല്ലേ? സാധനത്തിൻ്റെ വില താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ
ആ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ കാണാം. പ്രൈസ് 5 രൂപ. അപ്പോൾ ക്വാണ്ടിറ്റി എത്ര ഡിമാൻഡ് ചെയ്തു? 50 കിലോഗ്രാം ഡിമാൻഡ് ചെയ്തു. റൈസ് ആണെന്ന് വിചാരിച്ചു, 50 കിലോഗ്രാം. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടി 10 ആയി. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചു, 40 ആക്കി. 40 കിലോഗ്രാം ക്വാണ്ടിറ്റി. പ്രൈസ് വീണ്ടും കൂടി 15 ആയി. അപ്പോൾ ക്വാണ്ടിറ്റി വീണ്ടും കുറച്ചു, 30 മേടിക്കുന്നുള്ളൂ. പ്രൈസ് 20 രൂപയായപ്പോൾ ക്വാണ്ടിറ്റി വീണ്ടും കുറഞ്ഞു, 20 കിലോഗ്രാം ആക്കി. പ്രൈസ് വീണ്ടും ഉയർന്നു, 25 രൂപയാക്കി. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എത്രയായി? 10 kg ആയി. അപ്പോൾ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടിയിരിക്കും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കും. കാരണം കയ്യിലുള്ള കാശിനല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ 50 കിലോ മേടിക്കാൻ പോയവൻ ഇതിൻ്റെ വില 25 രൂപയാന്ന് പറഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു 50 കിലോ മേടിക്കാൻ എൻ്റെ കാശില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി അങ്ങ് കുറച്ചു, 10 കിലോ മതിയെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഈ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഒരു കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രാഫാണ്. ഡിമാൻഡ് ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫ് ആക്കിയിരിക്കുന്നു, അതേ ഉള്ളൂ. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഇതുപോലെ ഗ്രാഫുകൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൻ്റെ പേരെന്താണ്? ഒ എക്സ്. വൈ ആക്സിസിൻ്റെ പേര് ഒ വൈ. ഒ എക്സിൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുക? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 10 kg, 20 kg, 30 kg, 40 kg, 50 kg. നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 10, 20, 30, 40, 50. ദെൻ വൈ ആക്സിസ് ഒ വൈ. വൈ ആക്സിസിൽ നമ്മൾ എന്താണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ വില 5, 10, 15 റുപ്പി, 20 റുപ്പി, 25 റുപ്പി. ഇനി നമ്മൾ അതിൻ്റെ എന്താണ് പോയിന്റ് മാർക്ക് ചെയ്യണം. നമ്മൾ ആദ്യം 5 രൂപ. 5 രൂപയാവുമ്പോൾ എത്ര ഡിമാൻഡ് ചെയ്തു? നമ്മുടെ ഷെഡ്യൂളിൽ എന്താണ് തന്നിരിക്കുക? 5 രൂപയാവുമ്പോൾ 50 ഡിമാൻഡ് ചെയ്തു. നോക്കിക്കേ, 5ഉം 50 കൂടി നമ്മൾ മാർക്ക് ചെയ്തു. സി അല്ല സോറി നോട്ട് സി, ഇ. 10 രൂപ വിലയായപ്പോൾ അവർ ക്വാണ്ടിറ്റി കുറച്ചു, 40 ആക്കി. നോക്കിക്കേ, ഡി. വില വീണ്ടും കൂടി, 15 രൂപയായി. അപ്പോൾ ക്വാണ്ടിറ്റി വീണ്ടും കുറച്ചു, 30 കിലോഗ്രാമേ വാങ്ങുന്നുള്ളൂ. അതാണ് സി പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 20 രൂപയാക്കിയപ്പോൾ ക്വാണ്ടിറ്റി വീണ്ടും റെഡ്യൂസ് ചെയ്തു. എത്രയാണ് മേടിച്ചത്? 20 കിലോഗ്രാമേ മേടിച്ചുള്ളൂ. അതാണ് പോയിന്റ് ബി. ഇനിയും വില വീണ്ടും ഇൻക്രീസ് ചെയ്തു, 25 രൂപയാക്കി. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എത്രയായി? 10 kg ആക്കി. അപ്പോൾ ഏതാണ് നമുക്ക് കിട്ടിയ പോയിന്റ്? എ. അപ്പോൾ എ ബി സി ഡി ഇ ഈ പോയിന്റുകളെ കൂട്ടി നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ഡി ഡി എന്നുള്ള ആ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ഈ ഡി ഡി എന്ന് പറയുന്ന ലൈനാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ഈ ഡിമാൻഡ് കർവ് നമ്മൾ എന്തിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയത്? നമ്മുടെ ഈ ടേബിളിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഡിമാൻഡ് ഷെഡ്യൂൾ. നമ്മൾ എക്സ് ആക്സിസിൽ എന്താണ് കാണിച്ചത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. വൈ ആക്സിസിലോ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ. ഇനി ഈ ഡിമാൻഡ് കർവിൻ്റെ ചില ഫീച്ചേഴ്സ് നമുക്കൊന്ന് കാണാം. ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവാർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് താഴേക്ക് പോകുന്നു ഡിമാൻഡ് കർവ്. ഇറ്റ് സ്ലോപ്സ് downward from left to right. This shows the inverse relationship between price and quantity demanded of the product. This shows this downward slope left to right. It shows an inverse relationship. എന്താണ്? ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി റെഡ്യൂസ് ആവുന്നു. പ്രൈസ് റെഡ്യൂസ് ആവുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവുന്നു. ഇതിനെയാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുക. So this shows an inverse relationship between price and quantity or demanded of the product. അല്ലേ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി റെഡ്യൂസ് ആവുന്നു, പ്രൈസ് റെഡ്യൂസ് ആവുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവുന്നു. സോ ദിസ് കർവ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിക്കോസ് ദിസ് കർവ് സ്ലോപ്സ് ലെഫ്റ്റ് ടു റൈറ്റ്. അടുത്ത് നമുക്ക് സപ്ലൈയിലേക്ക് പോകാം. ഡിമാൻഡ് പോലെ തന്നെ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലൈ.
What is supply? What is supply schedule? The supply of a commodity is its quantity ready to be sold in the market at a given price for a specific period of time. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഗിവൺ പ്രൈസിൽ ഒരു ഒരു ഗുഡ്സിൻ്റെ ഒരു വസ്തുവിൻ്റെ എത്ര ക്വാണ്ടിറ്റി റെഡി അവൈലബിൾ ആണ്, റെഡി ടു ബി സോൾഡ്, അതാണ് റെഡി ടു ബി സോൾഡ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്, അതിന് ഇനിയും ചില കാര്യങ്ങളൂടി ചെയ്താലേ ഈ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്കാകത്തുള്ളൂ, അതിന് ചില പ്രോസസ്സ് കൂടി അതുകൂടെ, അത് നടക്കത്തില്ല. കുറച്ച് അല്ലെങ്കിൽ 80% 90% റെഡിയായ പ്രോഡക്റ്റാണ്, പക്ഷേ ഒരു 10% കൂടി റെഡി ആകാനുണ്ട്. അങ്ങനെ പറയുന്ന പ്രോഡക്റ്റിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാൻ പറ്റത്തില്ല. റെഡി ടു ബി സോൾഡ് ആയിരിക്കണം, വിൽപ്പനയ്ക്ക് കൃത്യമായിരിക്കണം. അപ്പോൾ ദ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പം നമ്മൾ ചോദിക്കും എത്ര കാർ റെഡിയാണ്. കാറിൻ്റെ സപ്ലൈ എന്ന് പറയുമ്പോൾ 10 കാറുകളെ ഇന്ന് വിൽക്കാൻ റെഡിയാണെങ്കിൽ നമുക്കതിൻ്റെ സപ്ലൈ എന്ന് പറയാം. റെഡി ടു ബി സോൾഡ് ആയിരിക്കണം. ദ സപ്ലൈ ഓഫ് എ ക്വാണ്ടിറ്റി സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ready to be sold in the market, ready to be sold in the market, okay, at a given price and at a specific period of time. ടൈം മാറുമ്പോൾ പ്രൈസ് മാറും, പ്രൈസ് മാറുമ്പോൾ സപ്ലൈയിലും ചേഞ്ച് വരും. അപ്പം നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്ര സാധനം, എത്ര ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്, എത്ര ക്വാണ്ടിറ്റി സോൾഡിന് റെഡിയാണ്, ദാറ്റ് ഈസ് സപ്ലൈ. സപ്ലൈ ഷെഡ്യൂൾ ഈസ് എ ടേബിൾ. ഈ ഡിമാൻഡ് ഷെഡ്യൂൾ പോലെ തന്നെ നമുക്ക് സപ്ലൈ ഷെഡ്യൂളും ഉണ്ടാക്കാം. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടേബിളാണ്. ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ. ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ. അവിടെ കാണിക്കുന്നത് ഒരു കോളം പ്രൈസ് ആയിരിക്കും, രണ്ടാമത്തെ കോളം ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും. എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ആണ് ആ ഗിവൺ പ്രൈസിൽ. ഓക്കെ, നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂളിൽ പ്രൈസാണ് ഒരു കോളം, രണ്ടാമത്തെ കോളത്തിൽ എന്താണ്, എത്ര ക്വാണ്ടിറ്റി വാങ്ങുമെന്നുള്ളതാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു 5 രൂപയാണെങ്കിൽ നമ്മൾ 50 kg ഡിമാൻഡ് ചെയ്യും. ഇവിടെ കാണിക്കുന്ന സപ്ലൈ ഷെഡ്യൂളിൽ എന്താണ്, പ്രൈസിൽ ആ പർട്ടിക്കുലർ പ്രൈസിൽ എത്ര സപ്ലൈ വരും. സോ ദ സപ്ലൈ ഷെഡ്യൂൾ ഈസ് എ ടേബിൾ വിച്ച് ഷോസ് the quantity supplied at different price level over a specific period of time. When price increases, supply of the product increases. ഇവിടെ രണ്ടും ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ടീച്ചറിൻ്റെ കൈ ഒന്ന് ശ്രദ്ധിച്ചേ. when price increases, what happen? the supply also increases. when price decreases, the supply also decreases. കാരണം എന്താണ്, ഈ സപ്ലൈ ചെയ്യുന്നത് ആരാ, പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിന് പ്രൈസ് കൂടിയിരുന്നാലല്ലേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രൈസ് തീരെ താഴുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ സപ്ലൈ ചെയ്യത്തില്ല, കാരണം അയാൾക്കൊരു പ്രോഫിറ്റും കിട്ടത്തില്ല. പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങാനുള്ളവൻ പോയി വാങ്ങും, പക്ഷേ സപ്ലൈ ചെയ്യുന്നവൻ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് അവിടെ പിടിച്ചു വെക്കും, പ്രൈസ് ഒന്നും ഉയർന്നിട്ട് കൊടുക്കാവുന്ന വെക്കും. അപ്പോൾ പ്രൈസ് ഉയരുമ്പോൾ അയാൾ സപ്ലൈ ചെയ്യും, പ്രൈസ് താഴുമ്പോൾ സപ്ലൈയും താഴും. ഇത് രണ്ടും ഒന്നിച്ചാണ് താഴുകയും പൊങ്ങുകയും ചെയ്യുന്നത്. അതാണ് സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റിലേഷൻ. when the price increases, what happens? supply also increases. when the price decreases, supply also decreases. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് കാണാം. നിങ്ങൾ നോക്കുക, പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് 5. ആ സാധനത്തിന് ഇപ്പോൾ ഈ 5 രൂപയുടെ സാധനം എന്താ ഞാൻ പറയുന്നത്, 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം എന്താ നിങ്ങൾ പറഞ്ഞേ, ഒരു പെന്ന്. ഓക്കെ, 5 രൂപ പെന്നിന്. ഓക്കെ, അപ്പോൾ ഈ പെന്നിൻ്റെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെന്ത് വിചാരിക്കും, പേനയ്ക്ക് 5 രൂപയേ ഉള്ളല്ലോ, ഒരു 10 പേന കൊടുക്കാം, ആ വിലയ്ക്ക് അത് കൊടുത്താൽ മതി, പ്രോഫിറ്റ് ഇല്ലല്ലോ, നമുക്ക് അത്രയും തന്നെ 5 രൂപ തന്നെ നമുക്കിതിൻ്റെ കോസ്റ്റ് ആവും, നമ്മുടെ ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് തന്നെ 5 രൂപ 4 രൂപയാവും, പിന്നെ നമുക്ക് എന്ത് കിട്ടാനാണ്, അതുകൊണ്ട് 10 എണ്ണം സപ്ലൈ ചെയ്താൽ മതി. അവർ സപ്ലൈ അതനുസരിച്ച് കുറഞ്ഞു വെക്കും. അപ്പോൾ 5 രൂപയേ ഉള്ളെങ്കിൽ സപ്ലൈസ് എത്രയും സപ്ലൈ ചെയ്യത്തുള്ളൂ, 10. എന്നാൽ പ്രൈസ് 10 ആയി, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, സപ്ലൈ കൂട്ടും, 20. പ്രൈസ് വീണ്ടും കൂടി 15 ആയി, ഇപ്പോൾ മാർക്കറ്റിൽ 15 രൂപ കിട്ടും, അപ്പോൾ അയാൾ സപ്ലൈ കൂട്ടി 30 ആക്കി, കാരണം പ്രോഫിറ്റ് കൂടുക. പ്രൈസ് വീണ്ടും കൂടി 20 ആയി, അപ്പോൾ സപ്ലൈസ് എന്ത് ചെയ്യും, അവരുടെ സപ്ലൈയും കൂട്ടും, 40 ആക്കി.
പ്രൈസ് 25 ആയി, അപ്പോൾ അവരുടെ സപ്ലൈ എത്രയായി? അവർ 50ലേക്ക് ഉയർത്തി. കാരണം പ്രൈസ് ഉയർന്നു നിൽക്കുക, സപ്ലൈ ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രൈസും സപ്ലൈയും ഒരേ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുക. വെൻ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. അതല്ലേ ഈ സപ്ലൈ ഷെഡ്യൂൾ കാണിക്കുന്നത്? യെസ്. സപ്ലൈ കർവ് നോക്കിക്കേ. സപ്ലൈ കർവ് നമുക്ക് സെയിം നമ്മൾ ഡിമാൻഡ് കർവ് ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് സപ്ലൈ കർവ് ഉണ്ടാക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈ ആണ് മാർക്ക് ചെയ്യേണ്ടത്. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒ വൈ അതാണ് വൈ ആക്സിസ്, ഒ എക്സ് അതാണ് എക്സ് ആക്സിസ്. അവിടെ ക്വാണ്ടിറ്റി സപ്ലൈ. നമുക്കറിയാം 5 ആയിരിക്കുമ്പോൾ അവർ സപ്ലൈ കുറച്ചു. എത്രയൊക്കെ സപ്ലൈ ചെയ്തുള്ളൂ? 10. അപ്പോൾ എ. പ്രൈസ് 10 ആയപ്പോൾ സപ്ലൈ കൂട്ടി 20. പ്രൈസ് 15 ആയപ്പോൾ സപ്ലൈ വീണ്ടും കൂട്ടി 30. പ്രൈസ് 20 ആയപ്പോൾ സപ്ലൈ വീണ്ടും കൂട്ടി 40. പ്രൈസ് 25 ആയപ്പോൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തു 50. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് കിട്ടി? എ ബി സി ഡി ഇ. പ്രൈസ് 5 ആയപ്പോൾ സപ്ലൈ എത്രയായിരുന്നു? 10. പ്രൈസ് 25 ആയപ്പോൾ സപ്ലൈ എത്ര വന്നു? 50. കണ്ടോ? പ്രൈസ് കൂടിയപ്പോൾ സപ്ലൈയും കൂടി. അപ്പോൾ നമ്മുടെ സപ്ലൈ കർവ് ഡിമാൻഡ് കർവിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. സപ്ലൈ കർവിനെ പറ്റി ഇവിടെ എഴുതിയേക്ക് നോക്കിയേ. ദ സപ്ലൈ കർവ് മൂവ് അപ്വാർഡ്. ഇറ്റ് മൂവ് അപ്വാർഡ് ഫ്രം ബോട്ടം ടു ലെഫ്റ്റ്, ബോട്ടം ടു ടോപ്പ് റൈറ്റ്. നോക്കിക്കേ, സപ്ലൈ കർവ് മൂവ് അപ്വാർഡ്. അപ്വാർഡല്ലേ പോയിരിക്കുന്നത്? എവിടുന്ന് എങ്ങോട്ട്? ആ ലെഫ്റ്റ് ബോട്ടം ടു ടോപ്പ് റൈറ്റ്. റൈറ്റിൽ ടോപ്പിലേക്ക് വന്നു, ബോട്ടം എവിടെയായിരുന്നു? ലെഫ്റ്റിലായിരുന്നു. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റിൽ ബോട്ടം, റൈറ്റിൽ ടോപ്പ്. കാരണം എന്താണ്? വെൻ പ്രൈസ് reduce, supply also reduce. When price increase, supply also increase. So this supply curve, it move upward from bottom left to top right. This shows the direct relationship, not inverse relationship. Demand in inverse relationship ആണെങ്കിൽ സപ്ലൈയിൽ എങ്ങനെ വന്നു? It is direct relationship between quantity supplied and its price. Direct means one increase, the other also increase. One decrease, the other also decrease. That is the direct relation. Do you understand? Yes. അപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും പഠിച്ചു. ഇനി നമുക്ക് പെട്ടെന്ന് പഠിക്കാം എന്താണ് ഇക്വിലിബ്രിയം. ഈ ഡിമാൻഡ് സപ്ലൈ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇതിനൊരു ഇക്വിലിബ്രിയം വേണ്ടേ? ഇതിനൊരു എന്താ പറയുന്നത്? ഇതൊന്ന് യോജിച്ച് പോകണ്ടേ? അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. The price of a product is determined by the force of the demand and supply in the market. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തിനെ ആശ്രയിച്ചിരിക്കും? ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ഡിമാൻഡും സപ്ലൈയും. The price of a product is determined by the forces of demand and supply in the market. The price at which demand and supply are equal is called the equilibrium price. The price at which demand and supply are equal is called equilibrium price. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് ഉണ്ട്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് വരും. ആ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡിമാൻഡ് ഷെഡ്യൂളും രണ്ടാമതുണ്ടാക്കിയ സപ്ലൈ ഷെഡ്യൂളും ഒന്നിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഡിമാൻഡും സപ്ലൈയും ഒന്നായിട്ട് വരുന്ന ഒരു പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്? ഡിമാൻഡും സപ്ലൈയും ഈക്വലായിട്ട് വരുന്ന ഒരു പ്രൈസ്. നമുക്ക് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നോക്കാം. ഈ ഷെഡ്യൂൾ നോക്കിയേ. നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂളും നമ്മുടെ സപ്ലൈ ഷെഡ്യൂളും ഒറ്റ ഷെഡ്യൂളായിട്ട് വന്നിരിക്കുക. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, റുപ്പി ഒരുപോലെ തന്നെയാണ്. 5 റുപ്പി, 10 റുപ്പി, 15 റുപ്പി, 20 റുപ്പി, 25 റുപ്പി. അതാണല്ലോ. ഡിമാൻഡിൽ എങ്ങനെ വരും? 5 റുപ്പി ഉള്ളപ്പോൾ ഡിമാൻഡ് കൂടി 50 ആയി, 10 ആയപ്പോൾ 40 ആയി, 15 ആയപ്പോൾ 30 ആയി, 20 ആയപ്പോൾ 20 ആയി, 25 പ്രൈസ് വന്നപ്പോൾ ഡിമാൻഡ് തീരെ താന്നു, 10 ആയി. എന്നാൽ 5 റുപ്പി ഉള്ളപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയേ ഉള്ളൂ? 10 ആയപ്പോൾ 20, 15 ആയപ്പോൾ 30, 20 ആയപ്പോൾ 40,
25 പ്രൈസ് വന്നപ്പോൾ സപ്ലയേഴ്സ് എന്ത് ചെയ്തു? 50 ക്വാണ്ടിറ്റി അവർ സപ്ലൈ ചെയ്തു, അവർ കൂട്ടി. പ്രൈസ് ഉയർന്നപ്പോൾ അവരുടെ ക്വാണ്ടിറ്റിയും കൂട്ടി. ഇനി ഈ രണ്ട് ടേബിൾ കൂടി ഒന്നിച്ചൊന്ന് നോക്കിക്കേ, ഏത് പ്രൈസിലാണ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്? 15. നിങ്ങൾ 15ലേക്ക് നോക്കിയേ. പ്രൈസ് 15, ഡിമാൻഡും 30 ആണ്, സപ്ലൈയും 30 ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ഇൻ പ്രൈസ് 15. അപ്പോൾ പ്രൈസ് 15 ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. എല്ലാവർക്കും മനസ്സിലായോ? ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ വന്ന പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ പ്രൈസാണ് ഏറ്റവും നല്ല പ്രൈസ്. കാരണം എന്താണ്? അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ഇൻ പ്രൈസ് 15. നിങ്ങൾ മൂന്നാമത്തെ ഫോർത്ത് കോളത്തിലേക്ക് നോക്കിയേ, അവിടെയാണ് ആ ഈക്വൽ ഇട്ടേക്കുന്നത്. കണ്ടോ? ആദ്യത്തെ കോളത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡിമാൻഡ് സപ്ലൈയേക്കാളും കൂടുതലാണ്. ഡിമാൻഡ് ഈസ് മോർ ദാൻ സപ്ലൈ. രണ്ടാമത്തെ കോളത്തിലോ ഡിമാൻഡ് ഈസ് മോർ ദാൻ സപ്ലൈ, ബട്ട് ദ തേർഡ് കോളം, തേർഡ് റോ, നോട്ട് കോളം, റോ, തേർഡ് ക്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. 30 ആണ്, 30. സോ ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്. വിച്ച് ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻ ദിസ് ടേബിൾ? 15 rupees. ഇനി ഫിഫ്ത്ത് കോളത്തിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ സപ്ലൈ, ലാസ്റ്റ് കോളം ഡിമാൻഡ് ഈസ് ലെസ് ദാൻ സപ്ലൈ. അപ്പോൾ ഈക്വൽ വന്നതാണ് ഈക്വൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്. സോ വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്? ഇവിടെ നോക്കേ, നമ്മൾ ആ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരൊറ്റ ടേബിളിലേക്ക് വരച്ചു, ഒരൊറ്റ ഗ്രാഫിലേക്ക് വരച്ചു. ഡിമാൻഡ് കർവ് നമ്മൾ ആദ്യം വരച്ചത് ഓർക്കുന്നുണ്ടല്ലോ, സപ്ലൈ കർവ് നമ്മൾ രണ്ടാമത് വരച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അത് രണ്ടോട് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കിക്കേ, പോയിന്റ് ഇ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം കേട്ടോ. ഡിമാൻഡും സപ്ലൈയും ഒരൊറ്റ കർവിൽ നിങ്ങൾ വരയ്ക്കണം. അല്ല സോറി, നോട്ട് വൺ കർവ്, വൺ ഗ്രാഫ്. അവിടെ നിങ്ങൾക്കൊരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്. എത്രയാണ് ആ പ്രൈസ്? 15. എത്രയാണ് ആ ഡിമാൻഡും സപ്ലൈയും? അതാണ് 30. ഡിമാൻഡ് ആൻഡ് സപ്ലൈ 30. അപ്പം എക്സ് ആക്സിസിൽ ഡിമാൻഡ് സപ്ലൈയും 10, 20, 30, 40, 50 എഴുതാം. വൈ ആക്സിസിൽ 5, 10, 15, 20, 25 പ്രൈസ് എഴുതാം. ഡിമാൻഡ് കർവ് ആദ്യം വരയ്ക്കുക, സപ്ലൈ കർവ് രണ്ടാമത് വരയ്ക്കുക. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇ എന്ന് മാർക്ക് ചെയ്യുക. അതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, വാട്ട് ഈസ് ഇക്വിലിബ്രിയം? ദ കണ്ടീഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ നോട്ട് ഈക്വൽ ഇൻ ദ മാർക്കറ്റ് ഈസ് ഡിസ്ഇക്വിലിബ്രിയം. സോറി, നോട്ട് ഇക്വിലിബ്രിയം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കാം. ഇക്വിലിബ്രിയം അല്ലാത്ത എല്ലാ അവസ്ഥയും ഡിസ്ഇക്വിലിബ്രിയമാണ്. ഈ ടേബിളിലേക്ക് നോക്കിയേ, ഇവിടെ 15 എന്നുള്ള ആ പ്രൈസിൽ മാത്രമേ ഇക്വിലിബ്രിയം ഉള്ളൂ. അതിന് മുകളിലും അതിന് താഴെയും ഡിസ്ഇക്വിലിബ്രിയമാണ്. അവിടെ ഇക്വിലിബ്രിയം ഇല്ല. മുകളിലെല്ലാം ഡിമാൻഡാണ് മോർ, താഴെയെല്ലാം ഡിമാൻഡ് ലെസ് ആണ്, സപ്ലൈ ആണ് മോർ. അപ്പോൾ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കണ്ടീഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ നോട്ട് ഈക്വൽ ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് ഡിസ്ഇക്വിലിബ്രിയം. ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ഇക്വിലിബ്രിയം. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. വെൻ ഡിമാൻഡ് ആൻഡ് supply are not equal in the market, it is called disequilibrium. If disequilibrium exists in the market for a long period, it will adversely affect the economic activities in the market. Disequilibrium നമ്മുടെ മാർക്കറ്റിൽ ലോങ് ടൈം ഉണ്ടാകാൻ പാടില്ല. അതെങ്കിലേക്ക് വരണം, ഇക്വിലിബ്രിയത്തിലേക്ക് വരണം. ഡിമാൻഡ് സപ്ലൈയും ഒരുപോലെ ആവുകയും പ്രൈസ് ഒരു ഫിക്സ് ആവുകയും ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും നല്ല ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളിൽ എത്രയാണ്? 15 ആണ്. ബാക്കി പ്രൈസുകളൊന്നും കറക്റ്റ് അല്ല, കാരണം അതെല്ലാം ഡിസ്ഇക്വിലിബ്രിയമാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ഇത് ലോങ് ടൈം അങ്ങനെ വരാൻ പാടില്ല. ഷോർട്ട് ടൈമിൽ ഡിമാൻഡും സപ്ലൈയും ഒക്കെ ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് വന്നാലും കുഴപ്പമില്ല. ബട്ട് ഇൻ ലോങ് ടൈം ഡിസ്ഇക്വിലിബ്രിയം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ മാർക്കറ്റ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. അപ്പോൾ മാർക്കറ്റിംഗ് ടെക്നിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.